ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ ഇങ്ങനെ എണീറ്റിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആക്ച്വലി എൻ്റെ വീട്ടിലല്ല, കുഞ്ഞമ്മയുടെ മോളുടെ 5-ാം മാസം അറിയിപ്പാണ്. ഫംഗ്ഷൻ വീട്ടിലായിരുന്നെങ്കിലും ഫുഡ് കൊടുക്കുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ. അതാപ്പ് ഫംഗ്ഷന് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് ഞാനായതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നെല്ലാവരും പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പം മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ വന്നിരിക്കാറുണ്ട്. കണ്ടാ പാവാണെങ്കിലും കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല. കണ്ടോ, അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചതെങ്കിലും ഒന്നും നടന്നില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കാതെ വരുന്നൊരു അതിഥിയുണ്ട്, ദേ മുഖക്കുരു. പിന്നെ ഈ കണ്ണാടി എടുത്ത് വെച്ചത് വെറുതെയാണ്, ഷോ. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നു, ചടങ്ങ് പറഞ്ഞു, കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ആദികേശവിന് എത്ര വയസ്സായി? നാണം വന്നോ? പിള്ളേരെ കളിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ധൃതിപ്പെട്ട് ഓടിയതാണ്, ചെരുപ്പിടാൻ വേണ്ടി മറന്നു. ചേച്ചി ഒരു ചെരുപ്പെടുത്ത് തന്നിട്ട് പറഞ്ഞു അതിൽ കയറി നിന്നോളാൻ. എന്താണ് ഈ നിന്ന് വാചകം അടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പോയ ഉടനെ ഫുഡ് കഴിക്കണം, അതാണ് സംസാരിച്ചത്. അടുത്ത കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീച്ചിലേക്കാണ് പോകുന്നത്. ചേച്ചിക്ക് മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാമറാമാൻ എല്ലാം ഞാൻ തന്നെയാണ്. ഈ തല കെട്ടിയത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഒപ്പം തന്നെ ഞാനും ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ മേക്കപ്പ് ഒന്നും നടക്കില്ല. ഇതാണ് ആദിക്കുട്ടൻ, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ബീച്ചിലെത്തി, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാനും ചേട്ടനും കൂടെ നടന്ന് അങ്ങോട്ടേക്ക് പോവാണ്. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. കടലെന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ് കേട്ടോ. വല്ലപ്പോഴാണ് ബീച്ചിൽ പോകാറ്. അപ്പോൾ പോകുന്ന ടൈമിലൊക്കെ വെള്ളത്തിൽ നിന്ന് കയറാറില്ല കേട്ടോ. ചേച്ചിയുടെ കുറേ നല്ല നല്ല ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം നല്ല ഫോട്ടോസ് ആയിരുന്നു. അതൊക്കെ ഇനി ഫ്രെയിം ചെയ്യണം. തിരിച്ചിറങ്ങിയപ്പോൾ പാനിപൂരിയും കഴിച്ചു, അതേസമയം തന്നെ ഐസ്ക്രീമും കഴിച്ചു. എൻ്റെ ദേഹം ഫുള്ള് മണ്ണാണ് കേട്ടോ. ഞാൻ ഫുള്ള് മുങ്ങിയിട്ടാണ് എണീറ്റത്. അടുത്ത കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ വാഴ 2 കാണാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. എന്താ ഈ പിറുപിറുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7:40 ഷോയ്ക്ക് 7:39 വീട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ സ്റ്റേഡിയത്തിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുകയും ചെയ്തു കേട്ടോ. ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒരുപാട് ചിരിച്ചു, ഒരുപാട് കരഞ്ഞു. നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.